ഹലോ ഗൈസ്, ദിസ് റോക്സ് നേഷൻ. യെസ്, നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും വന്നത്. 10,000 റുപ്പീസ് നമ്മൾ ഗിവ് അവേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ഗിവ് അവേ നോർമൽ ഗിവ് അവേ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. റാൻഡമായിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ആർക്കാണോ ആവശ്യം കൂടുതൽ അവർക്കാണ് നമ്മൾ മണി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു ഐഡിയയിലോട്ട് വന്നതെന്ന് വെച്ചാൽ, ഇതൊരു ബ്രാൻഡ് ന്യൂ ചാനലാണ്. അപ്പോൾ ഒരു വെറൈറ്റി കണ്ടന്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഐഡിയ മനസ്സിൽ വന്നത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു ഫോം ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ്, ലൈക്ക് എന്തിനാണ്, എത്ര രൂപ വേണം, അതെല്ലാം നിങ്ങൾ അതിൽ ഫിൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഗിവ് അവേ ഞാൻ അങ്ങനെ ആരും ചെയ്യുന്ന കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബഡ്ജറ്റ് കൂട്ടി ഇനിയും ഇതേപോലത്തെ കണ്ടന്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് എത്തിക്കാൻ നോക്കുക. ഗൈസ്, അപ്പോൾ വീഡിയോ റെക്കോർഡിങ്ങിനിടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ മാക്സിമം ബഡ്ജറ്റ് എന്ന് വെച്ചാൽ 10K ആണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് റിക്വസ്റ്റ് ചെയ്യാം. അതായത് 500 ആയിക്കോട്ടെ, 700 ആയിക്കോട്ടെ, പല പല റീസൺസ് വെച്ച് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഡ്രസ്സ് വാങ്ങാനായിക്കോട്ടെ. അപ്പോൾ ഇതിനൊന്നും വലിയ പ്രൂഫ് നമ്മൾ ചോദിക്കത്തില്ല. ബട്ട് ലൈക്ക് നിങ്ങളുടെ എമൗണ്ട് കൂടുന്തോറും നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ചെക്സ് നടത്തും. അതായത് ഇപ്പോൾ 5,000 ആയിക്കോട്ടെ, 6,000 റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ ആ 10Kയുടെ കൂടുതൽ എമൗണ്ട് നിങ്ങൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രൂഫിന് റിക്വസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലും നല്ല പ്രൂഫ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ലൈക്ക് നോർമൽ റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ 700 രൂപ, വേറെ എന്തെങ്കിലും വാങ്ങാൻ 500 രൂപ, അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ 10,000ൻ്റെ അകത്ത് ഈ എമൗണ്ട് എല്ലാവർക്കും സ്പ്ലിറ്റ് ആയി പോകും. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ചാടി കയറി അത് ഫില്ല് ചെയ്യുന്നതിന് പകരം ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് കേട്ടിട്ട് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ ഗൂഗിൾ ഫോമിൽ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നോർമൽ കാര്യങ്ങളാണ്. നിങ്ങളുടെ പേര്, പിന്നെ എന്തിനാണ് പൈസ, എത്ര രൂപ വേണം, ഇത് രണ്ട് മസ്റ്റാണ് കേട്ടോ. എന്തിനാണ് ഒരു പൈസ വേണ്ടതെന്നൊരു ബ്രീഫായിട്ട് നിങ്ങൾ കൊടുക്കുക. എന്തായാലും ഞാൻ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യും. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പറാണ്, പിന്നെ ഇൻസ്റ്റാഗ്രാം ID, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ മസ്റ്റായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ, ആരും എനിക്ക് പൈസ തന്നിട്ട് ഞാൻ ചെയ്യുന്ന പ്രൊമോഷൻ അങ്ങനെ ഒന്നുമല്ല. എൻ്റെ പൈസയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ വീഡിയോ നിങ്ങളുടെ 3 ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ത്രൂ വാട്സാപ്പ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷെയർ ചെയ്തതിൻ്റെ 3 ഇമേജസ് നിങ്ങൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു 3 ഇമേജസ് അറ്റാച്ച് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ റോക്സ് നേഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. ഇത്ര മാത്രം മതി. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ന്യൂ ചാനൽ ആയതുകൊണ്ട് ഇത് എത്ര പേരിലേക്ക് എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല, റീച്ച് കിട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എനിക്കൊരു കറക്റ്റ് ഡേറ്റ് ഇത് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതായത് ഗൂഗിൾ ഫോം ഫില്ലാവുന്നതിനനുസരിച്ച് ഞാൻ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാരെ. അപ്പോൾ അങ്ങനെയാണ് വിന്നേഴ്സല്ല, ലൈക്ക് കുറേ പേർക്ക് നമ്മൾ പൈസ കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയൊരു എമൗണ്ട് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നല്ല പ്രയോറിറ്റിയും കാണാം, നിങ്ങൾ അതിൻ്റെ പ്രൂഫും തരണം. അതാണ് ഒരു പ്രശ്നമെന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 5K റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് അതിന് കറക്റ്റ് ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റിയും കാണാം. ആ ഒരു ലിസ്റ്റിൽ പ്രയോറിറ്റിയാണ്. ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാൻ 700 രൂപ വേണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി കുറച്ച് കുറവായിരിക്കും. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഭാവിയിൽ നമ്മുടെ ബഡ്ജറ്റ് കൂടുകയാണെങ്കിൽ അങ്ങനത്തെ ക്യാഷ്വൽ റിക്വസ്റ്റ് എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതെങ്ങനെ റീച്ച് കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല, എത്ര പേരിലേക്ക് എത്തുമെന്ന് അറിയത്തില്ല, എത്ര ഫോം ഫില്ലാവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഒരു കൃത്യമായൊരു ഡേറ്റ് പറയാത്തത്. പക്ഷേ ഞാൻ ലൈക്ക് ഷോർട്സിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. എത്ര ഫോം ഫില്ലായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. സ്റ്റേ ട്യൂൺഡ്.